ഹലോ ഗൈസ്, അപ്പോൾ ഇൻഷാല്ല ഇന്നാണ് ടൊമിച്ചി വാപ്ചിക്ക് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെത്തുന്നത്. അപ്പോൾ എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എയർപോർട്ടിൽ പോകണം. മാത്രമല്ല ഇത്ര ദിവസം അവർ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ആകെ മടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും റെഡിയാക്കണം. അങ്ങനെ രാവിലെ കുറച്ച് ഒരു ഹറിബറിയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാബേജ് എടുത്ത് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ടോൾത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനും വെച്ചു, കുറച്ച് നമ്മുടെ കറിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ താത്ത വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു. പിന്നെ ബാക്കിയെല്ലാം ഇത്താത്ത ഉണ്ടോ ചെയ്തിട്ടുണ്ടായി. ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇത്താത്ത ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി റെഡിയായി, കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 9:30 അപ്പോൾ നമ്മൾ ഒരു 10:15 ആയപ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോവുകയാണ്. നമ്മൾ ഉമ്മച്ചിനെ വിളിക്കാൻ അവർ പോയിട്ട് 40 ദിവസമായി. അപ്പോൾ അഫ്രീഡ് ഫാമിലി ഉണ്ട് കേട്ടോ. അവര് പിക്ക് ചെയ്യും. അപ്പം നമുക്ക് എയർപോർട്ടിൽ സെൻറ്റർ കാണാം. അപ്പോൾ ഗീസ് നമ്മൾ എല്ലാവരും ഇത് റെഡി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ നമ്മൾ 2 കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ചാച്ചാടെ ഇന്നോവ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വീട്ടിലത്തെ കാറും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു ഫാമിലിനെയും കൂടി പിക്ക് ചെയ്യാനുണ്ട്. കാരണം എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്താത്താക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്താത്ത അവിടെ ചെന്നിട്ടാണ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് ഇത്താത്താനെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. ഫൈനലി നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം ഇവരുടെ ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ പുറത്തേക്ക് വരുമ്പോഴും കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഒരു 12:15 ആയപ്പോഴാണ് ഇവർ പുറത്തേക്ക് വന്നതെന്ന് തോന്നുന്നു. നമ്മളൊരു 11 ആയപ്പോൾ എയർപോർട്ടിൽ എത്തിയതാണ്. അപ്പോൾ കുറച്ച് നേരമല്ല, ഒരു 1 അവർ കൂടുതൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം അവിടെ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇച്ചിരൊപ്പം തന്നെയായിരുന്നു കേട്ടോ അമ്മായി മാമയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മായി മാമനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മായിയുടെ മക്കളും മരുമക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ അത് പിള്ളേർ അവിടെ എന്തോ ചെറിയൊരു കമ്പി പോലെ ഉള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മുന്നേ വേറൊരു ഫ്ലൈറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജിദ്ദ ടു കൊച്ചിൻ വേറൊരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലുണ്ടാവുന്ന ഓർത്ത് നമ്മൾ ആദ്യം പോയി നോക്കിയായിരുന്നു. പക്ഷേ അതിലല്ലായിരുന്നു, ഇവരുടെ ഫ്ലൈറ്റ് വേറെ ആയിരുന്നു. മദീന ടു കൊച്ചിനിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനാ വന്നേക്കണേ? ആ അപ്പച്ചിനെ കാണണ്ടേ? എവിടെ? എനിക്കോ ഞാൻ കണ്ടില്ലല്ലോ. ആ സാജിമാരെ കണ്ടില്ലേ? ആ കുഞ്ഞന്മാരെ കണ്ട്.
അപ്പച്ചനെ എടുത്തില്ല. ഗൈസ് വന്നു ഗൈസ്. അങ്ങനെ അൽഹംദുലില്ലാ ഫൈനൽ ഡേ അവർ ദേ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എയർപോർട്ട് വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെയും ടാറ്റാ ബൈ ബൈ സി യു.